ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് മുട്ടത്തോരൻ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ താറാവ് മുട്ടയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ കോഴിമുട്ടയിലോ കാടമുട്ടയിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന നല്ലൊരു മുട്ടത്തോരൻ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാ ഒരു ബൗളിനകത്തോട്ട് 4 താറാമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഒരല്പം കുരുമുളക് പൊടിയോട് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഇതൊന്ന് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കടായിലോട്ട് അല്പം എണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണേലും ഒഴിക്കാവുന്നതാണ്. അല്പം കടുകിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. കൂടെ തന്നെ 1/2 സ്പൂണോളം പെരുംജീരകം, വലിയ ജീരകം കൂടി ചേർക്കുക. ഇനി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. ഇത് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടിയായിരിക്കും. ഇവിടെ ഞാൻ ഇഞ്ചി കൂടുതലായിട്ടും വെളുത്തുള്ളി അല്പം കുറവായിട്ടാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത്. ഇതുപോലെ തന്നെ കൊത്തി എരിഞ്ഞ് തന്നെ ചേർക്കണം. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നത് 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പോളം ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് ചെറുള്ളിയാണ് ചേർക്കേണ്ടത്. ചെറുള്ളി തന്നെ ചേർക്കാൻ നോക്കണം. സവാളയേക്കാൾ ടേസ്റ്റ് ചെറുള്ളിയാണ്. കൂടെ തന്നെ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് ഒരു 1/4 കപ്പോളം ക്യാരറ്റോടെ ചേർക്കുക. ഇനി ഇതുമെല്ലാം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴന്ന് വരണ്ട. ആ ഉള്ളിയുടെ ആ പിങ്ക് കളറൊന്ന് മാറിയിട്ട് ഒന്ന് വെളുത്ത് വരുവേ. ഇനി ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഒരല്പം ഉപ്പ് ചേർക്കുക. മുട്ടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉള്ളിക്ക് മാത്രമായിട്ട് ഒരല്പം ചേർക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചേറെ കറിവേപ്പിലയോട് ചേർത്ത് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചെറുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പറ്റുമെന്നുണ്ടെങ്കിൽ ചെറുള്ളി തന്നെ ചേർത്ത് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും ബ്രൗൺ ആക്കണ്ട. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. എല്ലാം വഴന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുട്ട ചേർക്കണം. മുട്ട ഒഴിച്ചിട്ടുണ്ട്, മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട്. തീ നല്ലവണ്ണം കൂട്ടി വയ്ക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ മുട്ടയുടെ നനവൊക്കെ ഒന്ന് പകുതി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം അടുത്തത് ചേർക്കാം. നനവൊക്കെ ഒന്ന് പകുതി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പോളം തിരുമിയ തേങ്ങ ചേർക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയോടെ ചേർക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പകുതി നനവോടുകൂടി തന്നെ തേങ്ങ ചേർക്കുകയാണെങ്കിൽ ആ മുട്ടയോടുകൂടി തന്നെ തേങ്ങയൊക്കെ ഒട്ടിയിരിക്കും. നമ്മൾ മൊത്തം ചിക്കി എടുത്തതിന് ശേഷമാണ് തേങ്ങ ചേർക്കുന്നതെങ്കിൽ തേങ്ങ ഇങ്ങനെ തനിത്തനിയായിട്ട് ഇങ്ങനെ മാറി നിൽക്കും. ഇങ്ങനെ ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഇനി നന്നായിട്ട് ചിക്കി എടുക്കണം. തീ കൂട്ടിയേ വെക്കേണ്ട. തീ കുറച്ച് തന്നെ മതി. പാത്രത്തിൻ്റെ ചൂട് മാത്രം മതി. ഒരുപാട് അങ്ങിട്ട് ഇളക്കി ഡ്രൈ ആക്കരുത് മുട്ട. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നല്ലവണ്ണം ചിക്കി എടുത്തിട്ടില്ല. ഇത്രയാകുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇനി ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടൊന്ന് ചിക്കി എടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയും ആവശ്യമായിട്ട് പിരുപിരാന്ന് കിട്ടണോ അതുവരെ ഈ തവി വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊടുത്തോണ്ട് ഒന്ന് ചിക്കി എടുത്താൽ മതി. ചിലർക്ക് ഇങ്ങനെ നല്ല കട്ടയായിട്ട് കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിനെടുക്കുക. ഏത് അളവിനാണോ നിങ്ങൾ ചിക്കി എടുക്കുന്നത് അതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട്
മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അതേ പാത്രത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ അത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും, അതിൻ്റെ ടേസ്റ്റ് കുറയും. ഈ ഒരളവ് വരെ ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ്. നമുക്കിപ്പോൾ പച്ചക്കറികളൊന്നും ഇല്ല, ഒരു തോരൻ വെക്കാനില്ലെങ്കിൽ ഒരു മുട്ട ഉണ്ടെങ്കിൽ ഒരു തോരനായിട്ടും ആകും, ഒരു നോൺ വെജുമായിട്ടും ഫീലാവുകയും ചെയ്യും. ഇന്നലെ കൂടെ ഇനി ചോറ് വേണമെന്നൊന്നുമില്ല, അങ്ങനെ സ്പൂൺ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.